ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഒരു ഫസ്റ്റ് വ്ളോഗാണ്. ആൻഡ് ആ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ പോവുകയാണ്. അപ്പം നാട്ടിൽ പോകുന്നതിൻ്റെ ഒരു ഫസ്റ്റ് വ്ളോഗ് ആക്കാമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. ആൻഡ് ഈ വീഡിയോ ഞാൻ മാക്സിമം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ നോക്കും. എനിക്ക് ഉറപ്പുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നത്. ആൻഡ് നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ എയർപോർട്ടിലെത്തി ചെക്ക് ഇൻ ചെയ്തു. ഇനി നമ്മൾ ഡിപ്പാർച്ചറിലല്ലേ പറയുന്നത്? ഡിപ്പാർച്ചർ. ഇത്ര നാളും വന്നിട്ട് അതറിയത്തില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടം. അപ്പോൾ ഹൗ ഇസ് മൈ ഔട്ട്ഫിറ്റ്? കാണിക്കാം, ഔട്ട്ഫിറ്റ് നല്ലതായിട്ട് കാണിക്കാം. ഇതാണ് എൻ്റെ അമ്മ. എന്നെക്കാളും സുന്ദരിയാണെന്ന് എനിക്കറിയാം. ഇതാണ് എൻ്റെ അച്ഛൻ. അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാം. എനിക്ക് മലയാളികളുടെ മുമ്പ് വെച്ച് സംസാരിക്കുമ്പോൾ എന്തോ ഒരു പോലെ ഉണ്ട്, അറിഞ്ഞൂടെ എന്താന്ന്. സോഷ്യൽ ആൻസൈറ്റി. യെസ്. ഒന്നും പറയാൻ കിട്ടുന്നില്ല വെച്ചേ. ഇതിന് പറച്ചേ. അത് ശരി. അപ്പം നമ്മൾ അടുത്ത ഈ സാധനത്തിനകത്തോട്ട് കയറും. ഇത് കയറുന്നൊരു പാടാണ്, പക്ഷെ കയറി കഴിഞ്ഞാൽ കുഴപ്പമില്ല. നോക്കൂ, നാട്ടിൽ പോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവരുടെയും മുഖത്ത് കാണാനില്ല, പക്ഷെ എൻ്റെ മുഖത്തുണ്ട്. ഐ ജസ്റ്റ് ലവ് കേരള. അല്ലേ ചേ? കൈ കഴിക്കുന്നു. ഇനി അവിടെ ചെന്നിരുന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ. ചെയ്തിട്ട് ഇവിടെ ഇരിക്കുകയാണ്. എനിക്ക് എന്താന്ന് പറഞ്ഞത് എന്തോ ഒരു എൻസൈറ്റി. ഞാൻ എൻ്റെ ക്യാമറ നോക്കട്ടെ. എന്തോ ഒരു എൻസൈറ്റി പോലത്തെ, സോഷ്യൽ എൻസൈറ്റി. നമ്മുടെ ഫ്ലൈറ്റ് 5 മണിക്കാണ്. ആൻഡ് ഇപ്പോൾ ടൈം 3 മണി. പെട്ടെന്നൊന്ന് പോയാൽ മതി. ഐ എം സോ എക്സൈറ്റഡ് ടു ഗോ. എനിക്ക് ഡൽഹിനേക്കാളും ഇഷ്ടം നാട്ടിലാണ്. നാട്ടിലെന്ന് വെച്ചാൽ നല്ല രസമല്ലേ, പക്ഷേ തിരിച്ചു വരേണ്ട ഒരു വേദനയേ ഉള്ളൂ. ആൻഡ് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വരും. അവനും നാട്ടിൽ പോക്കാന്ന്. അതാണ് എന്നെ എല്ലാവരും നോക്കുന്നു. എനിക്ക് അറിഞ്ഞൂടെ എന്താ ചെയ്യുന്നത്. അവരൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വലിയ ബ്ലോഗറാണ്. പക്ഷെ ഫസ്റ്റ് ബ്ലോഗാണെന്ന് എനിക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും മാത്രമേ അറിയത്തുള്ളൂ. ആൻഡ് ദിസ് ഈസ് മൈ അമ്മ അച്ഛൻ. ഞാൻ മുമ്പേ കാണിച്ചായിരുന്നു. എന്നാലും ഹലോ പറ. ഹലോ ഹലോ പറഞ്ഞു. ഹലോ പറ. ഹലോ. ഞാൻ ഉറങ്ങുന്നുണ്ട്. ഹലോ ഹലോ ഹലോ. ഞാൻ മാത്രമാണ് ടാലൻറ്റഡ് ഈ കുടുംബത്തെ. എനിക്ക് അറിഞ്ഞൂടെ എന്താ ചെയ്യണം. ഞാൻ എന്തെല്ലോ ഒക്കെ കോപ്പറേറ്റ് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് എൻ്റെ ഫ്രണ്ട് വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവൻ വന്നിട്ട് കാണാം. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ല. അവനത് വരുന്നാണ്ടോ. തെണ്ടിയില്ലാട്ടോ, നല്ല ജനാണ്. ഹലോ അഭിനവേ, എൻ്റെ വ്ളോഗാണോ? ഹലോ എന്ന് പറ. ഹലോ. അപ്പം ഗൈസ്, ഇതാണ് എൻ്റെ കൂട്ടുകാരൻ. എൻ്റെ ഗൈസ്. ഹലോ ഗൈസ്. इंट्रोड्यूस किया है നീ എന്നെ പറ്റി ആണെങ്കിലും പറഞ്ഞു. बहुत अच्छी है, बहुत इरिटेटिंग है, अजीब सी है और क्या ही എന്നോട് ചോദിക്കാൻ നിൽക്കണ്ടായിരുന്നു ഇത്ര. तो वैसे ही लगता है.
मेरा आउटफिट कैसा है? We on नहीं कुछ होना चाहिए। ये देख लेगी जैसे वायरल हो गया तो वायरल हो गया तो क्या बोलूं? इसको गर्लफ्रेंड कोई है नहीं, अभी छोड़े डीएम करना, इसका इंस्टा का अकाउंट मैं नहीं है Insta। टैग कर दूंगी। और ही लाइक्स नॉर्थ इंडियन ഇതൊന്നും इसमें डाल दियो। डालूंगी എക്സ്ക്യൂസ് मैं डाल दिया ये सब। അപ്പം ഞാൻ ഫ്ലൈറ്റിൽ കയറി കാണാം. ഓക്കെ ബൈ ബൈ ബൈ. Bye. ഇപ്പൊ ഫുൾ മേഘമായി, ഭയങ്കര കുലുക്കം. അപ്പം അച്ഛനമ്മ ഉറങ്ങി, കയറിപ്പോഴേ ഉറങ്ങി. അപ്പം ഇനി കുറച്ച് ഒരു 2 മണിക്കൂർ നാട്ടിലെത്തി. ഇനി ഞാനും ഉറങ്ങാൻ പോവാണ്. ഇനി നമുക്ക് ലാൻഡ് ചെയ്യുമ്പോ കാണാം. അപ്പം ലാൻഡ് ചെയ്തിട്ട് വരാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ സേഫായിട്ട് നാട്ടിലെത്തി. നമ്മുടെ ഇങ്ങനെ ഇരിക്കും. നമ്മുടെ വരവ് പ്രതീക്ഷിച്ച് നല്ല മഴയുണ്ടായിരുന്നു. മഴ ഒക്കെ പെയ്യുന്നില്ല. നമ്മൾ എത്തിയപ്പം നല്ല മഴയായിരുന്നു. നല്ലതായിരുന്നു, നല്ല മണം. നാട്ടിലെ ആ മണം എന്ന് വെച്ചാൽ സൂപ്പറാണ്. അപ്പം നമുക്ക് ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പം ഗൈസ് നമ്മൾ വീട്ടിലെത്തി. ഇന്നലെ വീട്ടിലെത്തിയതാണ്. പക്ഷെ ഇന്നലെ ഒത്തിരി ക്ഷീണമായിരുന്നു. ഇന്നലെ കുറേ കണ്ടന്റ് മിസ്സായി. ഇന്നലെ കഴിക്കാൻ ഇറങ്ങിയപ്പം കഴിച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അയ്യോ വ്ളോഗ് എടുക്കണ്ടായിരുന്നു എന്ന് മനസ്സിൽ നിന്ന് വിട്ടുപോയി. എന്ന് വെച്ചാൽ നല്ല വിശപ്പായിരുന്നു. നല്ല വിശപ്പെന്ന് വെച്ചാൽ അതിന് വിശപ്പായിരുന്നു. ഇന്നലെ രാത്രി നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് അതിന് ഫ്ലൈറ്റിൽ നിന്നൊന്നും കഴിച്ചില്ല. മീൻസ് ഫ്ലൈറ്റിൽ നിന്ന് കയറിയപ്പോൾ തന്നെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ രാത്രി ഒന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ നല്ലതായിട്ട് വിശന്ന് അലഞ്ഞ് വന്നപ്പം പെട്ടെന്ന് ഫുഡ് കണ്ടപ്പോൾ മൊത്തം ഇതെല്ലാം പോയി. അവിടെ ഫുഡ് കഴിച്ചിട്ടുണ്ടപ്പോൾ ഓർക്കുന്നതൊക്കെ വ്ളോഗ് എടുക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിനെ വന്നിട്ട് അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ പോയി, എൻ്റെ ചിറ്റയുടെ വീട്ടിൽ പോയി. അപ്പോൾ ചിറ്റയുടെ വീട്ടിൽ പോയപ്പോഴും വ്ളോഗ് എടുക്കാനായില്ല. സാരില്ല, ഇനിയൊരു വ്ളോഗിലെല്ലാം കാണും. ഇത് എനിക്കറിയത്തില്ല എത്രത്തോളം ഞാൻ എടുത്തിട്ടുണ്ടെന്ന്. ബിക്കോസ് ആദ്യം തന്നെ ട്രാവൽ വ്ളോഗാണ് ചെയ്യുന്നത്. ട്രാവൽ വ്ളോഗ് എന്ന് വെച്ചാൽ എനിക്ക് അത്ര ഐഡിയ ഇല്ലാത്തൊരു സംഭവമാണ്. ഈ വ്ളോഗിങ് എനിക്ക് അത്ര ഐഡിയ ഇല്ലാത്തൊരു സാധനമാണ്. പക്ഷേ വീഡിയോ ഒക്കെ എടുത്താലും ഞാൻ വ്ളോഗിങ്ങിലോട്ട് അങ്ങനെ ഇതൊന്നും അത്ര നോളജ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എത്രത്തോളം എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഫസ്റ്റ് വ്ളോഗായതുകൊണ്ട് അതിൻ്റെ ഒരു പോരായ്മയൊക്കെ കാണുമായിരിക്കും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി നമുക്ക് മുന്നോട്ട് ഞാൻ ഇനി നാട്ടിൽ വന്ന കുറേ വ്ളോഗൊക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ട്. എനിക്കറിയത്തില്ല എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന്, പക്ഷെ ഐ ഹോപ്പ് ആവും. ഓക്കെ, ബൈ ബൈ.